2299 നോർമൽ റേറ്റിൽ നമുക്കിപ്പോൾ ഫ്ലിപ്കാർട്ടിൽ കാണാൻ സാധിക്കുന്ന റിയൽമിയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ് ബഡ്സ് T300. സോ 2500 രൂപയ്ക്കുള്ളിൽ നമ്മളൊരു ഇയർബഡ് വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ ഈ ഒരു T300 വാങ്ങിച്ചാൽ വർത്ത് ബൈങ് ആകോ, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഈ ഒരു പ്രോഡക്റ്റിന്റെ സവിശേഷതകളാണ് ഞാൻ ഈ വീഡിയോയിൽ പൂർണ്ണമായും പറയാൻ പോകുന്നത് കേട്ടോ. കൂടാതെ നമ്മുടെ ചാനൽ അൺബോക്സ് ഈ ഒരു T300 നിങ്ങൾക്ക് വാങ്ങിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഇൻസ്റ്റയിലുള്ള DeepZstore ഒന്നുമില്ല, അവിടെ നിങ്ങൾക്ക് വാങ്ങിക്കാം. ഞാൻ 2300 വാങ്ങിച്ചേ, അതിനേക്കാളും കാശ് കുറച്ചിട്ട് അവിടെ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. DeepZstoreൽ ആക്ച്വലി അൺബോക്സ്ഡ് പീസ് മാത്രമല്ല ഉള്ളത്, മറ്റുള്ള ഗാഡ്ജറ്റ്സുകളുണ്ട്, അതുപോലെ തന്നെ വാച്ച് സ്ട്രാപ്പുകളും ഇയർബഡുകളുടെ കേസസും ഒക്കെ തന്നെ കിട്ടും. സോ ഈ ഒരു വീഡിയോ പൂർണ്ണമായും കണ്ടതിന് ശേഷം ജസ്റ്റ് ഒന്ന് ചെക്ക്ഔട്ട് ചെയ്യുക DeepZstore. അപ്പോൾ ഇതാണ് നമ്മുടെ റിയൽമി ബഡ്സ് T300. എന്തായാലും ഫിസിക്കലി നോക്കുവാണെങ്കിൽ വളരെ മനോഹരമായിട്ടുള്ളൊരു കേസാണ്. കൂടാതെ കോമ്പാക്റ്റ് ആണ്, മാറ്റ് ഫിനിഷ് ആണ്. മാറ്റ് ഫിനിഷ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് അങ്ങോട്ട് സ്ക്രാച്ച് ആയി പോകേണ്ട ചാൻസ് വളരെ കുറവാണ് കേട്ടോ. കൂടാതെ റിയൽമിയുടെ ലോഗോ ഫ്രണ്ടിലുണ്ട്, അടിയിലൊരു LED ഇൻഡിക്കേറ്ററും ടൈപ്പ് സി പോർട്ടും കാണാൻ പറ്റും. പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ ഇത് വെറും ഒരു കേസ് അല്ല, 400 mAh ബാറ്ററി കപ്പാസിറ്റി ഉള്ള ഒരു പവർ ബാങ്ക് കൂടിയാണ്. അപ് ടു 40 hours ആണ് കമ്പനി അവകാശപ്പെടുന്ന ടോട്ടൽ പ്ലേ ടൈം. അതുപോലെ തന്നെ ടൈപ്പ് സി ആയതുകൊണ്ട് ജസ്റ്റ് ഒരു 10 മിനിറ്റ് ചാർജ് ചെയ്താൽ മതി, അപ് ടു 7 hours നമുക്ക് ഈ ഒരു കേസിൽ നിന്ന് പ്ലേ ടൈം കിട്ടുന്നതാണ്. ഓവറോൾ ആക്ച്വലി ഫിസിക്കലി നമ്മൾ കയ്യിലേക്ക് പിടിക്കുമ്പോഴത്തേക്ക് ഭയങ്കര വലിയൊരു പ്രീമിയം ക്വാളിറ്റി ഫീൽ ചെയ്യുന്നില്ലെങ്കിൽ പോലും നമുക്ക് അത്യാവശ്യം ഓക്കെ 2300 രൂപയ്ക്ക് മുതലെന്നുള്ള ഫീൽ നമുക്ക് കിട്ടും കേട്ടോ. അതേപോലെ തന്നെ ലിഡ് നമ്മൾ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഓൾറെഡി ഏത് ഡിവൈസിലാണോ പേരെടുക്കുന്നത് അതിലേക്ക് ഓട്ടോമാറ്റിക്കലി അങ്ങോട്ട് റീകണക്റ്റും ഒക്കെ ആവും. കൂടാതെ ലിഡ് ക്വാളിറ്റി ആണെങ്കിൽ പോലും നല്ലതാണ്, അതേപോലെ തന്നെ നല്ല സ്ട്രോങ്ങും ആണ് കേട്ടോ. പിന്നെ എടുത്ത് പറയേണ്ട മറ്റൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇയർബഡുകളുണ്ട്, ആ കേസിൽ നിന്ന് നമ്മൾ എത്ര കുലുക്കിയ പോലും അങ്ങോട്ട് താഴോട്ട് പോകത്തില്ല, അത്രയും നല്ല ഒരു സ്ട്രോങ് ആയിട്ടാണ് കേസിൽ ഇരിക്കുന്നത്. സോ നമ്മുടെ കയ്യിൽ നിന്ന് ഇൻ കേസ് തറയെ വീണാൽ പോലും പെട്ടെന്ന് അങ്ങോട്ട് ഇയർബഡുകൾ അങ്ങോട്ട് തെറിച്ച് പോകത്തില്ല എന്നുള്ളതിൽ വേറൊരു സംശയമില്ല. ഇനി ഇയർബഡുകളിലേക്ക് വരുവാണെങ്കിൽ അവിടെ എടുത്ത് പറയേണ്ടത് 80% മാറ്റ് ഫിനിഷ് ആണ്, വളരെ മനോഹരമായിട്ടുള്ളൊരു ഡിസൈനുമാണ്. 12.4 mm ഡൈനാമിക് ബേസ് ബൂസ്റ്റ് ഡ്രൈവേഴ്സോട് കൂടിയിട്ടാണ് കേട്ടോ ഈ രണ്ട് ഇയർബഡ് നമുക്ക് ലഭ്യമാകുക. ബാക്കിൽ ടച്ച് സെൻസേഴ്സ് മാത്രമാണ് കാണാൻ പറ്റുക, അല്ലാണ്ട് ലോഗോയോ റൈറ്റും ലെഫ്റ്റും ഒന്നും തന്നെ മെൻഷൻ ചെയ്തിട്ടില്ല. എന്തായാലും റൈറ്റും ലെഫ്റ്റും ഒക്കെ തന്നെ ഈ ഒരു നമ്മുടെ ചെവിയിലോട്ട് വെക്കത്തില്ലേ, ആ ഒരു ഭാഗത്തായിട്ടാണ്. അവിടെ ഗ്ലോസി ഫിനിഷും ആണ്. സിംഗിൾ പ്ലേ ടൈം കമ്പനി അവകാശപ്പെടുന്നത് 8 മണിക്കൂറാണ്. എന്നാൽ എത്ര mAh ബാറ്ററി കപ്പാസിറ്റി ഓരോ ഇയർബഡിൽ ഉണ്ടെന്ന് എവിടെയും തന്നെ മെൻഷൻ ചെയ്തിട്ടില്ല. ഇനി വെയറിംഗ് കംഫർട്ടിലേക്ക് വരുവാണെങ്കിൽ ഇത് എൻ്റെ ചെവിയിൽ അങ്ങോട്ട് വളരെ കംഫർട്ടബിൾ ആയിട്ടുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം എടുത്തു പറയുന്ന മറ്റൊരു അഡ്വാൻറ്റേജ്, ജസ്റ്റ് അങ്ങോട്ട് ചെവിയെ വെച്ചാൽ മതി, പിന്നെ അത് അങ്ങോട്ട് ഉള്ളിലോട്ട് തിരികെ കയറ്റുകയോ അല്ലെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥയില്ല. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ എനിക്കിത് ഫിറ്റ് ആയിട്ടിരിപ്പുണ്ട്. അതുപോലെ തന്നെ പാസീവ് നോയിസ് ക്യാൻസലേഷൻ നല്ല രീതിക്ക് വർക്കൗട്ട് ആവുന്നുണ്ട്. സോ ഒരു ചെറിയ ക്രൗഡ് ആയിട്ടുള്ള ഒരു പ്ലേസിൽ നമ്മൾ ആക്റ്റീവ് നോയിസ് ക്യാൻസലേഷൻ ഓൺ ആക്കേണ്ട ആവശ്യമില്ലാതെ തന്നെ നമുക്ക് പാട്ട് കേൾക്കാനും മൂവീസ് എൻജോയ് ചെയ്യാനൊക്കെ സാധിക്കും. പിന്നെ കുറച്ചുകൂടിയൊക്കെ ഒരു ക്രൗഡ് ആയിട്ടുള്ള പ്ലേസിലാണെങ്കിൽ ഈ ഒരു 30 dB ആക്റ്റീവ് നോയിസ് ക്യാൻസലേഷൻ ഓൺ ആയി കഴിഞ്ഞാൽ ഒരു പരിധി വരെ തടയാൻ പറ്റും ഈ ഒരു പുറമേയുള്ള നോയിസ്. എന്നാൽ 30 dB എന്ന് പറയുമ്പോഴത്തേക്ക് ഭയങ്കര കംപ്ലീറ്റ്ലി 100% തടയുമെന്ന് വിചാരിക്കേണ്ട. കാരണം ഇതൊക്കെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ 30 dB എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ജസ്റ്റ് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാം, അത്ര മാത്രമേ ഉള്ളൂ. ANC ആദ്യമായിട്ടാണ് ഉപയോഗിക്കുന്നത്, നിങ്ങൾക്ക് അത് എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ മാത്രം ഈ ഒരു റിയൽമി ബഡ്സ് T300 വാങ്ങിക്കാം. ഇത് ഇപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റിയൽമി ടെക് ലൈഫ് T300 നിന്നും ലഭ്യമാകുന്ന ആ ഒരു മൈക്ക് ക്വാളിറ്റിയാണ് ഔട്ട്ഡോറിൽ. ഞാൻ ആക്ച്വലി നോർമലാണ് സംസാരിക്കുന്നത്. ഇതിനകത്ത് കോഡ് മൈക്ക് വിത്ത് ANC ആണ്, അതായത് ഓരോ ഇയർബഡുകളും നമുക്ക് 2 മൈക്കൂടെ കാണാം. ഒരു കോളിംഗ് പർപ്പസിന് വേണ്ടി നമ്മൾ വാങ്ങിച്ചാൽ വർത്ത് ബൈങ് ആകുമോ, എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് വീഡിയോയുടെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. ഇനി ഇതിന്റെ മ്യൂസിക് ക്വാളിറ്റിയിലേക്ക് വരുവാണെങ്കിൽ ഇതിൽ SBC AAC കോഡൊക്കെ ഉണ്ട്. AAC കോഡൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ 100% പാട്ടാൽ പോലും യാതൊരുവിധ ഡിസ്ട്രാക്ഷൻസും ഉണ്ടാവാൻ ചാൻസ് ഇല്ല 99% പാട്ടുകളിലും. എന്നാൽ ചിലപ്പോൾ 1% പാട്ടുകളിൽ ഡിസ്ട്രാക്ഷൻ നിങ്ങൾക്ക് ഫീൽ ചെയ്യും, അതൊരിക്കലും കുറ്റം പറയാനും പറ്റത്തില്ല. കൂടാതെ ഇതിൽ എടുത്ത് പറയേണ്ട സവിശേഷതകളിൽ ഒന്നാണ് 360° സ്പേഷ്യൽ ഓഡിയോ എഫക്റ്റ്, അതുപോലെ തന്നെ ഡോൾബി അറ്റ്മോസ് സപ്പോർട്ടും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ ഒരു സറൗണ്ട് ആയിട്ടുള്ള പാട്ടുകൾ കേൾക്കണം, അല്ലെങ്കിൽ ഡോൾബി അറ്റ്മോസ് സപ്പോർട്ട് ആയിട്ടുള്ള പാട്ടുകൾ കേൾക്കണമെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങിക്കാം. കൂടാതെ ബേസ് ഡോമിനേറ്റഡ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഡീപ്പ് ബേസ് ബൂസ്റ്റ് എല്ലാം കഴിയുവാണെങ്കിൽ നല്ല രീതിക്ക് ബേസ് ഡോമിനേറ്റഡ് ആണ്. എന്നാൽ വോക്കൽ ലവറാണ് നിങ്ങളെങ്കിൽ ഉറപ്പായിട്ടും അതിനനുസരിച്ചിട്ടുള്ള EQ മോഡ് ഉണ്ട് ഓൾറെഡി ഇതിനകത്ത്. ഇനി അതെല്ലാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള EQ മോഡ് അങ്ങോട്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ലെവലിൽ നിങ്ങൾക്ക് പാട്ടുകൾ എൻജോയ് ചെയ്യാൻ സാധിക്കും കേട്ടോ. സോ ബേസ് ബൂസ്റ്റ് ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ട് ഇഷ്ടപ്പെടുന്ന ഒരാളായിക്കോട്ടെ, ബാലൻസ്ഡ് ആയിട്ടുള്ള ഔട്ട്പുട്ട് ഇഷ്ടപ്പെടുന്ന ആയിക്കോട്ടെ, നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഈ ഒരു പ്രോഡക്റ്റ് ഇഷ്ടപ്പെടുന്നതിൽ വേറൊരു സംശയമില്ല. പിന്നെ
ബേസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഭയങ്കര തലമണ്ട അടിച്ച് പൊളിക്കുന്ന പോലത്തെ ഒരു ബേസ് അല്ല ഇവിടെ കിട്ടുന്നത്. എന്നാലും നല്ല ക്വാളിറ്റി ഉള്ള ബേസ് ആണ്. അത് 100% ഇട്ടാൽ പോലും നമുക്ക് നല്ല രീതിക്ക് എൻജോയ് ചെയ്യാൻ പറ്റും ആ ഒരു ബേസ്. അതാണ് എനിക്കിതിൽ ഫീൽ ചെയ്തത്. എന്നെ സംബന്ധിച്ചോളം ഞാൻ ഭയങ്കര വലിയ ബേസ് ലവർ അല്ല, എന്നാൽ എനിക്ക് ബേസ് ഇഷ്ടമാണ്. സോ അങ്ങനെയുള്ള ഒരാൾ ഉറപ്പായിട്ടും ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങിക്കുകയാണെങ്കിൽ സാറ്റിസ്ഫൈഡ് ആകും 100%. ഇനി നമ്മുടെ റിയൽമി ലിങ്ക് ആപ്പിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ നോക്കാം. എന്തായാലും ഇയർബഡുകൾ ഓൾറെഡി പെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതേ ഹോം പേജിൽ തന്നെ കാണാൻ പറ്റും. ഇനി അതല്ല നിങ്ങൾ പെയർ ചെയ്തിട്ടില്ലെങ്കിൽ ഏറ്റവും മുകളിൽ കാണുന്ന ഈ ഒരു പ്ലസ് ബട്ടൺ ഞെക്കി കഴിഞ്ഞാൽ അവിടെ കാണിക്കും. അത് അങ്ങോട്ട് ടാപ്പ് ചെയ്ത് പെയർ ചെയ്ത് കഴിഞ്ഞാൽ മതി. എന്തായാലും ഇനി നമ്മുടെ റിയൽമി ബഡ്സ് T300 ഞെക്കി കഴിഞ്ഞാൽ കണ്ടോ, ലെഫ്റ്റിൽ 100%, റൈറ്റിൽ 100%, കേസിൽ 80% എന്ന് കാണിക്കുന്നുണ്ട്. എന്നാൽ നമ്മളിതാ ഇയർബഡുകൾ അങ്ങോട്ട് ഊരിക്കഴിഞ്ഞാൽ കേസ് അങ്ങോട്ട് മാറും, പിന്നെ ലെഫ്റ്റും റൈറ്റും മാത്രമേ കാണിക്കത്തുള്ളൂ. കൂടാതെ ആക്റ്റീവ് നോയിസ് ക്യാൻസലേഷൻ നമുക്ക് ഓണും ഓഫും ആക്കാം, ട്രാൻസ്പെറൻസി മോഡ് ഓണും ഓഫും ഒക്കെ ആക്കാൻ സാധിക്കുന്നതാണ്. അതേപോലെ തന്നെ സൗണ്ട് എഫക്റ്റിലേക്ക് വരുവാണെങ്കിൽ നമുക്ക് ഓൾറെഡി 4 EQ മോഡ്സ് ഇവിടെ ഉണ്ട്. സെറിനൈറ്റ്, ഒറിജിനൽ സൗണ്ട്, പ്യോർ ബേസ്, ഡീപ്പ് ബേസ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇടാം. കൂടാതെ ഇക്വലൈസർ നമുക്ക് വേണമെങ്കിൽ ഒരെണ്ണം അങ്ങോട്ട് സെറ്റ് ചെയ്യാനൊക്കെ സാധിക്കുന്നതാണ് നമ്മുടെ ഇഷ്ടത്തിന്. കൂടാതെ സ്പേഷ്യൽ ഓഡിയോ 360 ഡിഗ്രി ഇമേഴ്സീവ് സറൗണ്ട് സൗണ്ട് നമുക്ക് ഓണും ഓഫും ഒക്കെ ആക്കാൻ സാധിക്കുന്നതാണ്. ഓൺ ആക്കി കഴിഞ്ഞാൽ കറങ്ങിയൊക്കെ പാട്ട് കേൾക്കുന്നതാണ്. കൂടാതെ വോളിയം എൻഹാൻസർ, നമുക്കിപ്പോൾ വോളിയം കുറച്ചുകൂടി എൻഹാൻസ്ഡ് ആക്കണമെങ്കിൽ ഇതങ്ങോട്ട് വന്ന് ഓൺ ആക്കിയാൽ മതി. അതുപോലെ തന്നെ ഗെയിം മോഡ് ഓൺ ആക്കാം, ക്യാമറ റിലേറ്റഡ് സെറ്റിംഗ്സ്, ഫൈൻഡ് മൈ ഇയർബഡ്, ഫൈൻഡ് മൈ ഫോൺ. കൂടാതെ ബട്ടൺ സെറ്റിംഗ്സിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ നമുക്ക് ഓൾറെഡി ഇപ്പോൾ ഡബിൾ ടാപ്പ് ചെയ്യുമ്പോഴത്തേക്ക് പ്ലേ ആൻഡ് പോസ്, ട്രിപ്പിൾ ടാപ്പ് ചെയ്യുമ്പോഴത്തേക്ക് നെക്സ്റ്റ് ട്രാക്ക്, അത് തന്നെയാണ് രണ്ടിലും കിടക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പോൾ ലെഫ്റ്റിലുള്ളത് ട്രിപ്പിൾ ടാപ്പ് ചെയ്യുമ്പോഴത്തേക്ക് പ്രീവിയസ് ട്രാക്ക് ആക്കാം. അതുപോലെ തന്നെ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ടച്ച് ആൻഡ് ഹോൾഡ് രണ്ടെണ്ണത്തിലും നോയിസ് ക്യാൻസലേഷൻ ഓണും ഓഫും ആണ്. അതിപ്പോൾ ആണെങ്കിൽ ലെഫ്റ്റിൽ പോയിട്ട് നമുക്ക് ഗെയിം മോഡ് ഓൺ ആക്കാം. അപ്പോൾ ഇഷ്ടമുള്ളതാണെങ്കിൽ നമുക്ക് ബേസിക് ടച്ച് കൺട്രോൾസ് നമുക്ക് സെറ്റ് ചെയ്യാനൊക്കെ സാധിക്കുന്നതാണ്. അപ്പോൾ ഇത്രയാണ് എന്തായാലും ഈ ഒരു റിയൽമി ലിങ്ക് ആപ്പിൽ കാണാൻ സാധിക്കുന്ന കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത്. ബ്ലൂടൂത്ത് വേർഷൻ 5.3 അതുപോലെ തന്നെ ബ്ലൂടൂത്ത് റേഞ്ച് എന്ന് പറയുന്നത് 10 മീറ്ററാണ്. കൂടാതെ IP55 ഡസ്റ്റ് ആൻഡ് വാട്ടർ റെസിസ്റ്റന്റ് ഉള്ളതുകൊണ്ട് തന്നെ അത്യാവശ്യം ഡ്രസ്സിലെങ്കിലും അല്ലെങ്കിൽ വർക്കൗട്ട് ഒക്കെ ചെയ്യുമ്പോഴത്തേക്ക് ഇത് ഉപയോഗിച്ചാൽ ഒരു പ്രശ്നമല്ല കേട്ടോ. എന്നാൽ നമ്മൾ വാട്ടർ ആക്ടിവിറ്റിക്ക് കൊണ്ടുപോകുമ്പോഴത്തേക്ക് വാട്ടർ ഡാമേജ് വന്നു കഴിഞ്ഞാൽ 1 വർഷം വാറണ്ടി ഉണ്ടെങ്കിൽ പോലും ഇതിന് വാറണ്ടി ക്ലെയിം ചെയ്ത് കിട്ടത്തില്ല. സോ അങ്ങനെയുള്ള കാര്യങ്ങളിൽ കൊണ്ടുപോകുമ്പോഴത്തേക്ക് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചിട്ട് മാത്രം ഉപയോഗിക്കുക. അതർവൈസ് ജസ്റ്റ് വർക്കൗട്ട് ചെയ്യാൻ പോവുക അല്ലെങ്കിൽ ഡ്രിസ്ലിംഗ് ഉറപ്പായിട്ടും കണ്ണും പൂട്ടി യൂസ് ചെയ്യാൻ കേട്ടോ. ഇത് നമ്മുടെ 50 ms ലോ ലേറ്റൻസി മോഡ് പബ്ജി പോലുള്ള ഗെയിമുകൾ കളിക്കുമ്പോഴത്തേക്ക് എന്തുമാത്രം ആക്യുറേറ്റ് ആണെന്ന് നോക്കാം. ഞാൻ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ ഫയർ ചെയ്തതിനു ശേഷം കൈ അങ്ങോട്ട് ട്രിഗറിന് എടുക്കുമ്പോഴത്തേക്ക് സൗണ്ട് എന്തുമാത്രം സസ്റ്റെയിൻ ചെയ്യുന്നത് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. കോഡക്ക് SBCയിലാട്ടോ ഞാനിപ്പോൾ ചൂസ് ചെയ്തിരിക്കുന്നത്. എന്തായാലും 50 ms ലോ ലേറ്റൻസി മോഡ് നല്ല അത്യാവശ്യം നല്ല രീതിക്ക് വർക്കൗട്ട് ആവുന്നുണ്ടല്ലേ. പിന്നെ എടുത്ത് പറയേണ്ട ഒരു കാര്യം, ഞാൻ SBC കോഡക്കിലാണ് കേട്ടോ ഈ ഒരു ലോ ലേറ്റൻസി മോഡ് ഓൺ ആക്കിയിട്ട് ഗെയിം കളിച്ചത്. അതുകൊണ്ട് തന്നെ AS ഇട്ടാൽ ചിലപ്പോൾ ചെറിയൊരു ഡിലേ അനുഭവിക്കാൻ ചാൻസ് ഉണ്ട്. എന്നാൽ SBC കോഡക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഇതുപോലെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഗെയിം കളിക്കാൻ പറ്റും. പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ചിലപ്പോൾ പ്രോ പ്ലേയേഴ്സിന് ചെറിയൊരു ഡിലേ അനുഭവപ്പെടാൻ ചാൻസ് ഉണ്ട്. അവർ ഉറപ്പായിട്ടും വയേർഡ് ഇയർഫോൺ വാങ്ങിച്ചിട്ട് അങ്ങോട്ട് കളിക്കുക. പക്ഷേ നോർമലി കളിക്കുന്ന എന്നെ പോലുള്ള യൂസേഴ്സിന് ഉറപ്പായിട്ടും ഈ ഒരു 50 ms ധാരാളമാണ്. അപ്പോൾ ഇത്രയാണ് എന്തായാലും ഒരു റിയൽമി ബഡ്സ് T300 കുറിച്ചിട്ട് എനിക്ക് നിങ്ങളുടെ ഷെയർ ചെയ്യേണ്ടുന്ന കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഉറപ്പായിട്ടും 2299 രൂപയ്ക്ക് ഇത് വാങ്ങിച്ചാൽ വത് ബൈങ് ആകോ ഇല്ലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റിയൽമിയുടെ ഒരു പ്രോഡക്റ്റ് വേണം. അതുപോലെ തന്നെ ആക്റ്റീവ് നോയിസ് ക്യാൻസലേഷൻ, 360 ഡിഗ്രി സ്പേഷ്യൽ ഓഡിയോ എഫക്റ്റ്, ഡോൾബി അറ്റ്മോസ് സപ്പോർട്ട്, ബ്ലൂടൂത്ത് വേർഷൻ 5.3 അതായത് ലേറ്റസ്റ്റ് കണക്ടിവിറ്റി, IP55 വാട്ടർ റെസിസ്റ്റന്റ്, ക്വാഡ് മൈക്ക് വിത്ത് ENC അതായത് മൈക്ക് ക്വാളിറ്റി അത്യാവശ്യം നല്ല രീതിക്ക് പെർഫെക്റ്റ് ആണ് നിങ്ങൾ കേട്ടല്ലോ. അതൊക്കെ വേണമെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു പ്രോഡക്റ്റിലേക്ക് പോകുന്നതിൽ യാതൊരുവിധ തെറ്റുമില്ല. എന്നാൽ 2000 രൂപയ്ക്കുള്ളിലായിരുന്നു ഇത് വന്നെങ്കിൽ കണ്ണും പൂട്ടി വാങ്ങിക്കാമായിരുന്നു എന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഇപ്പോഴും കുഴപ്പമൊന്നുമില്ല കണ്ണും പൂട്ടി വാങ്ങിക്കുന്നതിൽ. പിന്നെ ഞാൻ പറയുന്നത് ഈ ഒരു സ്പെക്കൊക്കെ വെച്ചിട്ട് നമ്മുടെ ബോട്ടിലും അതുപോലെ തന്നെ നമ്മുടെ നോയ്സിലും ഒക്കെ ഉണ്ട്. സോ അതൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് സ്പെക് വൈസ് കുറച്ചുകൂടി പൈസ കുറയ്ക്കാമെന്നേ പറയാൻ പറ്റുള്ളൂ. പിന്നെ ഞാൻ ബോട്ടും അതുപോലെ തന്നെ നമ്മുടെ നോയ്സും ഒന്നും യൂസ് ചെയ്തില്ല. അതുകൊണ്ട് തന്നെ അതിൻ്റെ ക്വാളിറ്റി കൂടുതലായിട്ട് എനിക്ക് പറയാനും അറിയത്തില്ല. എന്നാൽ ഇവിടേക്ക് വരുമ്പോഴത്തേക്ക് ഉറപ്പായിട്ടും 2300 രൂപയ്ക്ക് വാങ്ങിച്ചാൽ നിങ്ങൾ ഒരിക്കലും ഡിസപ്പോയിന്റ് ആകത്തില്ല. അതെനിക്ക് ഉറപ്പ് പറയാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എന്തായാലും ഈ ഒരു വീഡിയോയിലൂടെ റിയൽമി ബഡ്സ് T300 കുറിച്ചിട്ടുള്ള ഒരു ഏകദേശ ധാരണ നിങ്ങൾക്ക് ലഭ്യമായെന്ന് വിശ്വസിക്കുന്നു. കൂടാതെ നമ്മുടെ ചാനൽ അൺബോക്സ് ചെയ്ത ബഡ്സ് T300 വേണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റയിലുള്ള DeepZstore വരൂ. അവിടെ നിങ്ങൾക്ക് ഞാൻ വാങ്ങിച്ചതിനേക്കാളും കാശ് കുറച്ച് വാങ്ങിക്കാം. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുമ്പോഴേക്കും ബൈ.